ജ്ഞാനവിജ്ഞാനയജ്ഞേന മാമിഷ്ടു ആത്മാനമാത്മനി സർവയജ്ഞപതിം മാം വൈ സംസിദ്ധിം മുനയോ അഗമൻ. ജ്ഞാനവിജ്ഞാനയജ്ഞേന, ഈ മഹർഷിമാരൊക്കെ നമുക്ക് 4 ആശ്രമമുണ്ട്. അപ്പോൾ ഓരോ ആശ്രമം ഒന്നിന് മീതെയാവണം. ബ്രഹ്മചാരി, അതിന് മീതെ ഗൃഹസ്ഥൻ, ഇത് 2നും മീതെയാണ് വാനപ്രസ്ഥൻ, ആ 3 മീതെയാണ് സന്യാസി. നിങ്ങൾ കേൾക്കുന്നുണ്ടോ പറയുന്നത്? ബ്രഹ്മചാരി ഗുരുവിൻ്റെ അടുത്ത് സാധനയൊക്കെ ചെയ്ത് കൂടും, പഠിക്കും. ആ പഠിപ്പിൻ്റെ അവസാനത്തിൽ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ഉൾക്കൊണ്ട് ഗ്രഹിച്ചാൽ പിന്നെ ഈ വിദ്യ വിട്ട് എനിക്കൊന്നും വേണ്ട എന്ന് തോന്നിത്തുടങ്ങും. ഇത് പറഞ്ഞിങ്ങനെ മേപ്പെട്ട് പോവാണ് കേട്ടോ, ശ്രദ്ധിക്കണം. ജ്ഞാനവിജ്ഞാനയജ്ഞേന മാമിഷ്ടു ആത്മാനമാത്മനി സർവയജ്ഞപതിം മാം വൈ സംസിദ്ധിം മുനയോ അഗമൻ. നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് വിശേഷപ്പെട്ട ഒരു ദൈവീക കർമ്മഭൂമിയാണ്. ലോകത്തിൽ പലതും ഉണ്ടാവാം, പക്ഷെ ഇവിടെ മാത്രമേ ഇത്ര വൈദികമായിരിക്കുന്ന കർമ്മങ്ങൾ, അഗ്നികർമ്മങ്ങൾ നടത്തുള്ളൂ. അഗ്നികർമ്മങ്ങൾ ചെറിയ തോതിൽ നമുക്ക് ഹോമമായി ക്ഷേത്രത്തിലും വീടുകളിലുമൊക്കെ നടത്താം. എൻ്റെ ചെറുപ്പകാലത്ത് ഹോമങ്ങളൊക്കെ ഞങ്ങൾ സ്വന്തമായിട്ടാണ് നടത്തുക. അങ്ങനെ പലതും നടത്താറുണ്ട്. അതിൻ്റെ ഒരു ബൃഹദ് രൂപമാണ് യജ്ഞം, യാഗം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ യാഗം ഈ വരാൻ പോകുന്ന ഡിസംബറിൽ 10ാമത്തെ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം ഞങ്ങൾ നടത്താൻ പോവാണ്. അത് ഡിസംബർ മാസം 23-ാം തീയതി തുടങ്ങി അടുത്ത കൊല്ലം 2012 ജനുവരി മാസം 1-ാം തീയതി അവസാനിക്കുക. ആദ്യമേ മുതൽ ഈ വരുന്ന ജനങ്ങളെയെല്ലാം നേരിട്ട് പങ്കെടുപ്പിച്ച് അവരെ കൊണ്ടൊരു പുണ്യകർമ്മം ചെയ്ത് അവർക്ക് മനഃശുദ്ധിയും ഈശ്വരാനുഗ്രഹവും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹവും പൂർണ്ണമായ തോതിൽ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരു സാർവജനീനമായ വിഷ്ണു സഹസ്രനാമ സമൂഹ മഹായജ്ഞം നടത്താറുണ്ട് ഞങ്ങൾ. ആ മഹായജ്ഞം എങ്ങനെയാ? 1250 പേരോളം വിളക്കിൻ്റെ മുൻപിലിരുന്ന് അർച്ചന ചെയ്യും. എത്രയാ പൂവ് കൊണ്ടുവരിക കോയമ്പത്തൂരിൽ നിന്ന്, അത് ആഞ്ഞു വെടുപ്പാക്കണം. എല്ലാവരും പങ്കെടുത്ത് ആഞ്ഞു വെടുപ്പാക്കും. ആ പൂവ് ഇങ്ങോട്ട് കൂട്ടി കണ്ടാൽ കുന്നുപോലെയാ കൂടി കിടക്കുക. ഇതെല്ലാം ഉപയോഗിച്ച് ഒരു 1.5-2 മണിക്കൂർ കൊണ്ട് ആ പൂവ് മുഴുവൻ അർച്ചന ചെയ്ത് കഴിയും. സമാന്തരമായിട്ട് നവധാന്യങ്ങൾ കൊണ്ടുള്ള ഹോമവും നടക്കും അവിടെ. ഇങ്ങനെ ഒരു ബൃഹത്തായിരിക്കുന്നത് ഈ വിഷ്ണു സഹസ്രനാമ സമൂഹ മഹായജ്ഞം എന്ന് പറഞ്ഞാൽ യാഗങ്ങളിലും യജ്ഞങ്ങളിലും ക്രതുക്കളിലും വെച്ച് ഏറ്റവും വിശേഷപ്പെട്ടതാണ് അശ്വമേധ മഹായാഗം. അത് രാജാക്കന്മാരും ചക്രവർത്തിമാരുമാണ് നടത്തുക. ആ അശ്വമേധ മഹായാഗത്തിന് തുല്യമാണ് വിഷ്ണു സഹസ്രനാമം മഹായജ്ഞം. അതെന്താ അങ്ങനെ പറയുന്നത്? യജ്ഞോ വൈ വിഷ്ണു എന്നാണ് യജുർവേദം പ്രഖ്യാപിക്കുന്നത്. യജ്ഞം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം മഹാവിഷ്ണു എന്നാണ്. മഹാവിഷ്ണു എന്നാണ്. അപ്പം ആ വിഷ്ണുവിനെ അഡ്രസ്സ് ചെയ്ത് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് എല്ലാ യജ്ഞങ്ങളും. സർവയജ്ഞങ്ങളുടെയും യജ്ഞപതി മഹാവിഷ്ണുവാണ്. ആ മഹാവിഷ്ണുവിനെ തന്നെ 1000 നാമങ്ങൾ കൊണ്ട് സ്തുതിക്കുമ്പോൾ എന്താ ഈ കാര്യങ്ങൾ? അതിലും വലിയൊരു യജ്ഞമുണ്ടോ? ഈ അശ്വമേധ മഹായാഗം ചക്രവർത്തിമാർക്കും രാജാക്കന്മാർക്കുമേ നടത്താൻ പറ്റുള്ളൂ. ഒരു കൊല്ലത്തിലേറെ തയ്യാറെടുപ്പ് വേണം. അതിന് പണം, ദ്രവ്യം എത്ര വേണമെന്ന് പറഞ്ഞാൽ തീരില്ല. സാധാരണക്കാരെ കൊണ്ടൊന്നും നടത്താൻ പറ്റില്ല അത്. അങ്ങനെയുള്ള അശ്വമേധയാഗം എല്ലാ വിധത്തിലുള്ള പാപങ്ങളെയും നീക്കി പുണ്യം സമ്പാദിക്കുന്നതാണ്. മഹാഭാരത യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഉടനെ ആ മഹാപാപം ഞാനിങ്ങനെ ഒരു സ്വജനങ്ങളുമായി യുദ്ധം ചെയ്ത് ഇക്കണ്ട ആൾക്കാർ മരിച്ചുല്ലോ, പ്രത്യേകിച്ചും എൻ്റെ സഹോദരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല കർണൻ. ആ കർണനുമായി പടപൊരുതി അദ്ദേഹത്തിനെയും കൊല്ലേണ്ടി വന്നു. അമ്മ എന്തുകൊണ്ട് എന്നോടിത് പറഞ്ഞില്ല? ഞാൻ മഹാപാപിയാണ്. ഇതേവരെ ഈ രഹസ്യം അമ്മ കയ്യിൽ വെച്ചു. തർപ്പണത്തിന് വേണ്ടി ഞാൻ ഇറങ്ങി ഉദകക്രിയയ്ക്ക് പുറപ്പെട്ടപ്പോഴാണ് നിന്റെ ജ്യേഷ്ഠൻ കർണനും കൂടി ഉദകക്രിയ നടത്ത മോനെ എന്ന് പറഞ്ഞ് കുന്തിദേവി വന്നത്. തല വിരിച്ചിട്ട് മാറത്തടിച്ച് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഇതങ്ങോട്ട് കേട്ടപ്പോൾ യുധിഷ്ഠിരൻ്റെ സർവ്വവിധത്തിലുള്ള സമാധാനവും പോയി. അദ്ദേഹം പറഞ്ഞു, ഞാൻ സിംഹാസനത്തിലിരിക്കില്ല, രാജ്യം ഭരിക്കില്ല. ഇത്ര വലിയൊരു മഹാപാപം ചെയ്തതിന് ശേഷം ഈ യുദ്ധത്തിൽ ജയമല്ല, പരാജയം അതിൻ്റെ ഇരട്ടിയാണ് എനിക്ക് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാം വിട്ട് കാട്ടിലേക്ക് പോകും. ഇതിനു മുൻപ് പോയത്
ചൂതുകളിയിൽ തോറ്റിട്ട് പന്തയം വെച്ചിട്ട് പോയതാണ്. ഇത്തവണ ഞാൻ അങ്ങനെയല്ല, പോകാനാണ് പോകുന്നത്. സ്വയം അവിടെ ചെന്ന് ഇലകളും വേരുകളും കിഴങ്ങുകളും പഴങ്ങളും കൂടി കഴിച്ചോളാം എന്ന് പറഞ്ഞ് കരച്ചിലും ബഹളമായി. അപ്പോഴാണ് കൃഷ്ണൻ പലതും പറഞ്ഞത്. സഹോദരന്മാർ, ദ്രൗപദി പലരും പറഞ്ഞു നോക്കി, കൃഷ്ണനും പറഞ്ഞു നോക്കി, ഫലമൊന്നും ഉണ്ടായില്ല. അങ്ങനെ വേദവ്യാസരെന്തോ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അതിലൊരു സംശയം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ സംശയത്തിന് മറുപടി പറയാൻ ഞാനല്ല, ഈ യുദ്ധത്തിൻ്റെ തന്നെ പ്രതിനിധിയായി ശരശയ്യയിൽ ഉത്തരായനം കാത്തു കിടക്കുന്ന നിൻ്റെ പിതാമഹനുണ്ട്, ആ മുത്തശ്ശനോട് പോയി ചോദിക്കൂ എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ഞാൻ ചെയ്യുക എന്നായി കൃഷ്ണനോട്. കൃഷ്ണൻ പറഞ്ഞു, ചേട്ടാ ഒരു കാര്യമുണ്ട്, മനുഷ്യന് ദുഃഖം പിടിപെട്ടിരിക്കുന്ന സമയത്ത് പിടിവാശി ശരിയല്ല. മുതിർന്നവർ പറയുന്നത് കേൾക്കണം. സ്വതവേ അവശനായിട്ടിരിക്കുക, ഈ പാരവശ്യത്തിൽ പിടിവാശി ശരിയല്ല. അതുകൊണ്ട് മുതിർന്നവർ പറയുന്നത് കേൾക്കണം. ശരി, ഞാൻ അങ്ങനെ മുത്തശ്ശൻ്റെ അടുത്ത് പോവുക. എങ്ങനെയാണ് ഞാൻ പോവുക? ഈ മുത്തശ്ശൻ്റെ അടുത്തല്ലേ ഞാൻ പോയത് മഹാഭാവി? അങ്ങയെ തട്ടിത്താഴ്ത്തിടാൻ ഞങ്ങൾ കൂട്ടിയാൽ പറ്റില്ല, അങ്ങ് അജയ്യനാണ്. അതുകൊണ്ട് എന്താ വേണ്ടത് എന്ന് ചോദിച്ചുല്ലോ, തട്ടിയിടാനുള്ള ഉപായം. അങ്ങനെ ചോദിച്ച ഒരു പൗത്രനാ മഹാഭാവി. അദ്ദേഹം ഇപ്പോഴും ശരശയ്യയിൽ കിടക്കുമ്പോൾ പിന്നെയും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് പറ്റില്ല. അപ്പോൾ ഒരു കാര്യം വേണം കൃഷ്ണ, എനിക്കവിടെ പോവാനും ചോദിക്കാനുമുള്ള ഒരു കളം ഒരുക്കി തരണം, എന്നാൽ ഞാൻ പോവാമെന്നായി. അങ്ങനെ കൃഷ്ണനും യുധിഷ്ഠിരനും ബാക്കി എല്ലാവരും കൂടി മുത്തശ്ശൻ്റെ അടുത്ത് ചെന്നിട്ട് ആദ്യമായിട്ട് കൃഷ്ണൻ ചോദിക്കുക, പിതാമഹരെ അങ്ങക്ക് എങ്ങനെയുണ്ട്? വല്ലാതെ കഷ്ടമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ശരീരം മുഴുവനും ശരമാണല്ലോ. എനിക്കൊരു ചെറിയ മുള്ളു കുത്തിയാൽ പോലും വലിയ വേദനയാണ്, സഹിക്ക് വയ്യ, വല്ലാതെ കലശലായിട്ട് ലഹള കൂട്ടും. അങ്ങ് ശരീരം മുഴുവനും ശരമായിട്ട് ശരശയ്യയിലാണ് കിടക്കണത്. വേദനയൊക്കെ ഉണ്ട്, സഹിക്കണു. എന്തായാലും കൃഷ്ണ, അങ്ങ് വന്നതോടുകൂടി, അങ്ങയെ കണ്ടതോടുകൂടി എനിക്ക് വലിയൊരു ആശ്വാസം തോന്നുന്നു, വേദനയൊക്കെ മാറി നിൽക്കണു എന്ന് പറഞ്ഞ് പേരക്കിടാവ് വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് ഈ യുദ്ധം കഴിഞ്ഞ് ജയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും കാര്യമായി ചില സംശയങ്ങൾ മനസ്സിലുണ്ട്, ധാർമ്മിക സംശയങ്ങൾ. അത് ചോദിക്കാനാണ് വന്നിരിക്കുന്നത്. ആ സംശയ നിവൃത്തി ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സുദീർഘമായൊരു ധർമ്മോപദേശം അവർ രണ്ടുപേരും തമ്മിൽ നടന്നു. ആര് തമ്മിൽ? ശരശയ്യയിൽ കിടക്കുന്ന മുത്തശ്ശനും വിഷണ്ണനായി വന്ന് നിൽക്കുന്ന പൗത്രൻ പേരക്കിടാവും തമ്മിലുള്ള ഒരു സംവാദമാണിത്. അതിൽ അദ്ദേഹം പലതും പറയുകയാണ്. യുധിഷ്ഠിര, നിന്റെ മനസ്സിലുള്ള വിഷമം എന്താ? 18 ദിവസമായി നടന്ന യുദ്ധത്തിൽ ഇക്കണ്ട ആൾക്കാർ മുഴുവനും മരിച്ചുവല്ലോ, കൊല്ലാൻ നാം കാരണക്കാരായല്ലോ എന്നതാണ്. സംഭവം ഒരിക്കൽ നടന്നാൽ അതിനെ തിരിച്ച് അന്യഥാ ചെയ്യാൻ സാധ്യമല്ല. സമയത്തിൻ്റെ പ്രയാണത്തിനെ മറിച്ചാക്കാനോ നടന്ന സംഭവങ്ങളെ രണ്ടാമത് തിരുത്തിക്കെട്ടാനോ നമുക്ക് സാധിക്കില്ല. അപ്പോൾ സംഭവം നടന്നു കഴിഞ്ഞു, കാലയവനികയിൽ മറഞ്ഞു കഴിഞ്ഞു. അതിനെക്കുറിച്ചുള്ള സ്മരണയാണ് പുത്തനായി മനസ്സിലുദിക്കുന്നത്. ആ സ്മരണയാണ് നമുക്കിപ്പോൾ കൈകാര്യം ചെയ്യേണ്ടത്. അതിനൊരു വഴിയുണ്ട്. എങ്ങനെ ഈ യുദ്ധം, നീ പാപം എന്ന് വിചാരിക്കുന്ന യുദ്ധം നടന്നു പോകും, അതിനെ സംബന്ധിച്ച് നിൻ്റെ മനസ്സിൽ വിഷമുണ്ടോ? ഞാനൊരു വഴി പറയാം. ഒരു അശ്വമേധയാഗം നടത്തുമെന്ന്. അശ്വമേധയാഗം നടത്തണമെങ്കിൽ തീരുമാനമെടുക്കണം. എടുത്തു കഴിഞ്ഞാൽ ഒരു കൊല്ലത്തെ പ്രിപ്പറേഷൻ, തയ്യാറെടുപ്പ് വേണം. അത് കഴിഞ്ഞിട്ട് വേണം യാഗം നടത്താൻ. അപ്പോൾ അശ്വമേധ യാഗത്തിനുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മനസ്സ് പിന്നെ അതിനുള്ള ഒരുക്കങ്ങളും സംഭാരങ്ങളും സംഭരിക്കാനായിട്ടുള്ള ഒരു വിചാരമായി. ആൾക്കാരെ വിളിക്കണം, പറയണം, അതിനുള്ള ചിലവൊക്കെ നോക്കണം, എന്തൊക്കെ ചെയ്യണം, എവിടെയാണ് സ്ഥാനം, എത്ര വലിയ പന്തലിടണം, ഋത്വിക്കുകൾ എത്ര വേണം, ഇങ്ങനെ പല കാര്യങ്ങളും അതിനെക്കുറിച്ച് ആലോചിക്കണം. അപ്പോൾ മനസ്സ് ഈ ആലോചനയിൽ പെട്ട് തിരക്കായിട്ട് ചിന്തിക്കുമ്പോൾ പഴയ സ്മരണയ്ക്ക് അവിടെ സ്ഥാനം ഉണ്ടാവില്ല. അതുകൊണ്ട് നീ അശ്വമേധയാഗം നടത്തുക എന്ന് പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു, മുത്തശ്ശ, മഹാപ്രഭു, അങ്ങ് പറയണു ഈ അശ്വമേധയാഗം എല്ലാ വിധത്തിലുള്ള പാപങ്ങളെയും കഴുകിക്കളഞ്ഞ് മനുഷ്യനെ പുണ്യമൂർത്തിയാക്കി തീർക്കും എന്ന് പറയുന്നു. പക്ഷേ ഇത് രാജാക്കന്മാർക്കും ചക്രവർത്തിമാർക്കും മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ? സാധാരണക്കാർക്കോ? അവരെന്ത് ചെയ്യണം? അവരും ഇതേ ലോകത്തിലാണല്ലോ ജീവിക്കുന്നത്. എല്ലാ പ്രവൃത്തിയിലും പാപം ഉള്ളടങ്ങുന്നുണ്ട്. അപ്പം അവർക്ക് ഈ പാപങ്ങളെല്ലാം മാറിക്കിട്ടാൻ അവരെന്തു വേണം? അതിനോ ഞാൻ പറഞ്ഞു തരാം. മഹാവിഷ്ണുവാണ് യജ്ഞപതി. യജ്ഞോ വൈ വിഷ്ണു. യജ്ഞ ശബ്ദത്തിന് തന്നെ അർത്ഥം മഹാവിഷ്ണു എന്നാണ്. ആ മഹാവിഷ്ണുവിൻ്റെ 1000 നാമങ്ങൾ പരമശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്തു. ആ 1000 നാമങ്ങൾ എനിക്കറിയാം.
അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇത് ഇന്നു മുതൽ ഭാരതത്തിൽ പ്രചാരത്തിൽ ഉണ്ടാവട്ടെ. ഈ 1000 നാമങ്ങൾ ആരാരെവിടെ ഇരുന്ന് ജപിക്കുന്നുവോ ഒരു യാഗമൊന്നും ചെയ്യണ്ട, വെറുതെ ജപിച്ചാൽ മതി. ഈ സഹസ്രനാമം കാവ്യരൂപത്തിലാണ്, അനുഷ്ഠുപ്പ് വൃത്തത്തിലാണ്. അങ്ങനെയാണെങ്കിലും അതിലൊരു ക്രിയാശബ്ദമില്ല, ഒരു വാക്യമില്ല. മഹാവിഷ്ണുവിൻ്റെ പേരുകളാണ് എല്ലാം. തുടക്കമോ വിശ്വം വിഷ്ണുർ വഷട്കാരോ എന്നാണ്. മഹാവിഷ്ണുവിനെ പറയുന്നത് വിശ്വമായുള്ളോവേ എന്നാണ്. വിശ്വമായുള്ളോവേ എന്താ അതിനർത്ഥം? സാധാരണ നമ്മൾ ഭഗവാനെ പറ്റി വിചാരിക്കുന്നത് എന്താ? ഭഗവാനേ ഭഗവാനേ. എവിടെയാ ഭഗവാൻ? മുമ്പിൽ കാണുന്നത് ലോകമാണ്. ഭഗവാൻ ലോകകർത്താവാണ്. അപ്പം ലോകകർത്താവായി ഒളിഞ്ഞു നിൽക്കുന്ന പ്രഭാവമാണ് ഭഗവാൻ. ലോകം അതല്ല എന്നാണ് നമ്മുടെ വിചാരം. വിഷ്ണു സഹസ്രനാമം ആദ്യമായി പറയുന്നത് വിശ്വസ്മൈ നമഃ. ഈ പ്രപഞ്ചം മുഴുവനും മഹാവിഷ്ണുവിൻ്റെ പ്രത്യക്ഷ രൂപമാണ്. വെള്ളം തണുത്ത് ഐസാവുന്നത് പോലെ മഹാവിഷ്ണു തന്നെ ഘനീഭവിച്ചതാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഘനീഭവിച്ചതാണ് ഈ ലോകം. അപ്പോൾ ഈ ലോകം തന്നെയാണ് മഹാവിഷ്ണു. ലോകത്തിലും ലോകത്തിന് അപ്പുറത്തുമുണ്ട്. അപ്പോൾ ഈ വിശ്വത്തിന് മുഴുവനും മഹാവിഷ്ണുവായി കണ്ട് വിശ്വമായുള്ളോവേ എന്നാണ് ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞ അവസാനമോ സർവപ്രഹരണായുധ. ഈ ലോകത്തിന് സൃഷ്ടിച്ചു. സൃഷ്ടിച്ച ലോകത്തിനെ നിലനിർത്താൻ വേണ്ടി പല സന്ദർഭങ്ങളിലും പല അവസരങ്ങളിലും പല ചുറ്റുപാടുകളിലും എന്തു വേണോ അതായിത്തീർന്ന്, മോഹിനിയാണെങ്കിൽ മോഹിനിയായി, നരസിംഹമാണെങ്കിൽ നരസിംഹമായി. ഗജേന്ദ്രനെ സഹായിക്കാൻ ആകാശത്തിലൂടെയാണ് ഗരുഡവാഹനനായി പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ എവിടെ എങ്ങനെ വേണമെങ്കിലും പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാൻ ശക്തിയുള്ള ഒരാളാണ്. അപ്പോൾ എവിടെ ഏത് ആയുധം വേണമെങ്കിൽ പ്രയോഗിക്കാൻ തനിക്ക് ആയുധമായി തീരാൻ പറ്റുന്നു. അങ്ങനെ മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ എല്ലാ ചുറ്റുപാടുകളിലും എല്ലാ സമ്മർദ്ദങ്ങളിലും സർവ്വവിധ സംഘർഷങ്ങളിലും എല്ലാറ്റിലും തന്നെ പ്രയോഗിക്കാൻ പറ്റിയ തരത്തിൽ ആയുധം പോലെ ശക്തിമത്തായിട്ടുള്ളതാണ് സർവപ്രഹരണായുധ. ഇങ്ങനെ 2 വാക്കുകൾക്ക് മധ്യത്തിലാണ് ബാക്കി 998 നാമശബ്ദങ്ങളുള്ളത്. ഇത് മഹാവിഷ്ണുവിനെ പറ്റി പറയുന്നതാണെങ്കിലും ഇത് രചിച്ചത് നമ്മളാണ്. ഓരോ നാമവും നമ്മുടെ മനസ്സിൽ നിന്ന്, മനുഷ്യ മനസ്സിൽ നിന്ന് ഉദിച്ചതും ആശയം രൂപപ്പെട്ടതുമാണ്. അത് മുഴുവനും വാസ്തവത്തിൽ നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ ശുദ്ധീകരിച്ച് ശക്തമാക്കി, സുന്ദരമാക്കി, ഭാസുരമാക്കി, കാര്യക്ഷമമാക്കി തീർക്കാനുള്ളതാണ്. അങ്ങനെയുള്ള വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിരിക്കട്ടെ, ആർക്ക് വേണമെങ്കിൽ ജപിക്കാം, ഒരു തെറ്റും അതിൽ വരില്ല, ക്രിയാപദവും കൂടിയില്ല അതിൽ. അങ്ങനെയുള്ള വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന സമയത്ത് ബാക്കി എല്ലാ പ്രവൃത്തികളെ പോലെ അതൊരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി പ്രവർത്തകനെയാണ് ആദ്യമായി ഉൾക്കൊള്ളുന്നത്. പ്രവർത്തകൻ്റെ പ്രകടനമാണല്ലോ പ്രവൃത്തി. ആ പ്രവൃത്തി കൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം പ്രവർത്തകനാണ്. നിങ്ങളിപ്പോൾ ഒരു 4 കിലോമീറ്റർ നടന്നാൽ ആ നടന്നതിന് നേട്ടം ഭൂമിക്കോ റോഡിനോ ആണോ അതോ നിങ്ങൾക്കോ? അപ്പോൾ വിഷ്ണു സഹസ്രനാമം നാം ഒരു തവണ ജപിച്ചാൽ ആ ജപം കൊണ്ടുണ്ടാവുന്ന നേട്ടം നമ്മുടെ മനസ്സിനും ഉൾ വ്യക്തിത്വത്തിനുമാണ്. ഭഗവാന്റെ പേരുകളാണ് പറയണതെന്നുണ്ടെങ്കിലും ആ പേരുകളൊക്കെ നമ്മൾ തന്നെ രൂപപ്പെടുത്തിയതാണ്. നമ്മുടെ ആവശ്യങ്ങൾ ഒരാൾക്ക് തന്നെ സ്തുതിക്കാൻ ആരും പുറപ്പെടില്ല. അതുകൊണ്ട് ഭഗവാനെ സ്തുതിക്കണമെന്നുള്ളൂ. പക്ഷേ സ്തുതിക്കുന്നത് കൊണ്ട് ഭഗവാനല്ല പരിണാമമോ നേട്ടമോ ഉണ്ടാകുന്നത്, നമുക്കാണ്. അപ്പോൾ ആ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വഴി നമ്മൾ തന്നെയാണ് വിശ്വം മുഴുവനും വ്യാപിക്കത്തക്ക വിധത്തിലുള്ള ഒരു മനോവ്യാപനം നമുക്കുണ്ടാവുന്നു. ഏത് സന്ദർഭങ്ങളിലും കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ആയുധം എങ്ങനെയോ അതേപോലെയുള്ള ഒരു യോഗ്യത നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും ഉണ്ടാവുന്നു. അത് എല്ലാവരും കൂടി കൂട്ടായി ഒരു യജ്ഞരൂപത്തിൽ നമ്മൾ നടത്തുന്ന മാതിരി ഒരു വിഷ്ണു സഹസ്രനാമ സമൂഹ മഹായജ്ഞമായി നടത്തുമ്പോൾ ആ സത്രശാല മുഴുവനും അശ്വമേധ മഹായാഗത്തിൻ്റെ ഒരു പ്രതീതിയാണ് തരുന്നത്. പലരും അവിടെ വന്ന് നോക്കി അത് പറയാറുമുണ്ട്. അത്ര വിശേഷപ്പെട്ടതാണ്. അശ്വമേധ മഹായാഗത്തിന് തുല്യമാണ്. എന്തിനാ ഞാനിത് പറഞ്ഞതെന്നറിയോ നിങ്ങൾക്ക്? ഇത് സർവയജ്ഞപതിം മാം വൈദ്. നമ്മുടെ ഈ ഭാരതഭൂമി ഇങ്ങനെയുള്ള യാഗയജ്ഞങ്ങൾ ധാരാളം നടത്തുന്ന ഒരു ഭൂമിയാണ്. ഇന്നും നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ യജ്ഞയാഗങ്ങൾ ധാരാളം നടത്തി പരിചയമുള്ള, പരിശീലനമുള്ള, സംസ്കാര സമ്പന്നതയുള്ള ഒരു ഭൂമിയാണ്. ആ ഭൂമിയിലാണ് ഈ ഉപനിഷത് വിദ്യയും പരമാത്മവിദ്യയും എല്ലാം പരിസമാപനം എന്നുള്ള നിലയ്ക്ക് കരുപ്പിടിച്ചിട്ടുള്ളത്, രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് കൃഷ്ണൻ ഇവിടെ പറയുകയാണ്,
ആ യജ്ഞത്തിനോടുകൂടി ബന്ധപ്പെടുത്തി ജ്ഞാനം എങ്ങനെ ഒരു മഹായജ്ഞമാകുന്നു എന്നുള്ളത് ആ യജ്ഞത്തിനോടുകൂടി ചേർത്ത് പറയാണ്. അതിൻ്റെ മഹിമ വർദ്ധിപ്പിക്കാനും യജ്ഞയാഗങ്ങളോടുള്ള കടപ്പാടും ബന്ധവും സാർത്ഥകമാക്കാനും. ജ്ഞാനവിജ്ഞാനയജ്ഞേന മാമിഷ്ടു ആത്മാനമാത്മനി. അപ്പം എന്നെ യജിക്കണം. ഇഷ്ടുവ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? എനിക്ക് വേണ്ടി യാഗം ചെയ്യണം. എങ്ങനെ? ആത്മാനം ആത്മനി. ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് ഗ്രഹിക്കേണ്ടത്. ആത്മാനം മാം ആത്മനി ഇഷ്ടുവ. പരമാത്മസ്വരൂപിയായിരിക്കുന്ന മഹാവിഷ്ണുവായ എന്നെ ആ പരമാത്മസ്വരൂപി തന്നെ ഹോമിക്കണമെന്ന്, യജിക്കണം. അതെങ്ങനെയാ? ജ്ഞാനവിജ്ഞാനയജ്ഞേന. അതിലെ യജ്ഞം എന്താ? യജ്ഞം ജ്ഞാനവിജ്ഞാനയജ്ഞേന. ഇപ്പോൾ ശ്രീമദ് ഭാഗവതം ഒരു തവണ വായിക്കുക, ആവർത്തിച്ച് വായിക്കുക, സപ്താഹമായിട്ട് നടത്തുക. അതിൻ്റെ ഓരോ ശ്ലോകവും വായിച്ച് ഗ്രഹിക്കാൻ നോക്കുക, അപഗ്രഥിച്ച് നോക്കുക, അതിൻ്റെ ആശയങ്ങളെ മനസ്സിനോട് ഒപ്പിച്ച് ചേർത്ത് നോക്കുക, പവിത്രത വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെ ജ്ഞാനത്തിലൂടെ വിജ്ഞാന പരിണാമം സംഭവിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധന വഴി, ആ പരിശോധന നടത്തുന്നത് ആരാ? മനസ്സും ബുദ്ധിയുമാണ്. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഉൾഭാഗത്ത്, അന്തർഭാഗത്ത് മനസ്സും ബുദ്ധിയും കൂടി മഹാവിഷ്ണുവിനെ പൂർണ്ണമായി നടത്തുന്ന ഒരു യജ്ഞമാണ് ഈ ജ്ഞാനയജ്ഞങ്ങളെല്ലാം തന്നെ. ജ്ഞാനവിജ്ഞാനയജ്ഞേന. ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കൂ. ജ്ഞാനം വിജ്ഞാനം എന്ന രൂപത്തിലുള്ള യജ്ഞം. അപ്പം ജ്ഞാനവിജ്ഞാന യജ്ഞത്താൽ ആത്മാനം മാം ആത്മനി ഇഷ്ടുവ. ആത്മസ്വരൂപിയായിരിക്കുന്ന എന്നെ അന്തരംഗത്തിൽ തന്നെ, ആത്മതലത്തിൽ തന്നെ യജനം ചെയ്ത് സർവയജ്ഞപതിം മാം വൈ സംസിദ്ധിം മുനയോ അഗമൻ. എല്ലാ യജ്ഞങ്ങളുടെയും പതിയായി ആത്മസ്വരൂപനായിരിക്കുന്ന എന്നെ ആത്മാവിൽ തന്നെ യജനം ചെയ്ത് മുനേഹ മുനിമാർ സംസിദ്ധിം അഗമൻ. അവർ സംസിദ്ധി പ്രാപിച്ചു. എന്താ അതിനർത്ഥം? ഒരു ഭാഗത്ത് വേദങ്ങൾ വിധിക്കുന്ന കർമാനുഷ്ഠാനങ്ങൾ പലതരത്തിലുണ്ട്, പലതും ഉണ്ട് അവിടെ. ആ കർമ്മങ്ങളൊക്കെ ഒരു ഭാഗത്തുള്ളതുപോലെ ഇപ്പുറത്ത് മഹാമുനിമാർ, മുനിജനങ്ങൾ എന്തു ചെയ്യണു? എല്ലാം ഉപേക്ഷിച്ച് സന്യാസികളോ തപോവര്യന്മാരോ തപോനിധികളോ ആയി കുടീരങ്ങളിൽ കഴിച്ചുകൂട്ടി ശാസ്ത്രങ്ങൾ വായിക്കുക, ഗ്രഹിക്കുക, ആലോചിക്കുക, വിചിന്തനം ചെയ്യുക. ശിഷ്യന്മാരുണ്ടെങ്കിൽ അവരുമായി പങ്കുവയ്ക്കുക, പറഞ്ഞു കൊടുക്കുക. അങ്ങനെ വെറും ജ്ഞാനം വിജ്ഞാനം അനുധാവനം ചെയ്തുകൊണ്ട് പിന്തുടർന്നുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന അവരുണ്ടല്ലോ, അവരാണ് എന്നെ സർവയജ്ഞപതിയായിരിക്കുന്ന എന്നെ യജനം ചെയ്യുന്നത്. ഈ ഒരർത്ഥത്തിലും സങ്കല്പത്തിലുമാണ് കുറേ കൊല്ലങ്ങളായി 1985 മുതൽക്കാണ് ഞങ്ങൾ ഈ വിഷ്ണു സഹസ്രനാമ സമൂഹ യജ്ഞം നടത്താൻ തുടങ്ങിയത്. ആദ്യമായിട്ട് നടത്തിയത് ഇരിഞ്ഞാലക്കുട ക്ഷേത്രാങ്കണത്തിലാണ്. 10 ദിവസം ഒരു കോടിയർച്ചന എന്നുള്ള നിലയ്ക്ക് ഒരു ദിവസം 5 വിഷ്ണു സഹസ്രനാമ സമൂഹ മഹായജ്ഞം നടത്തും അവിടെ. അങ്ങനെ 9 or 10 ദിവസം നടത്തി. അതാണിപ്പോൾ ഈ നൈമിഷാരണ്യത്തിൽ നടത്തുന്നത്. സാധാരണ എല്ലാവരും പ്രവക്താക്കൾ സംസാരിക്കുന്നത് ശ്രോതാക്കൾ കേൾക്കുകയാണല്ലോ. അന്നേ ദിവസം മാത്രം ഞങ്ങളൊന്നും ചെയ്യില്ല, ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിക്കുക. ഞങ്ങൾ സന്യാസിമാർ തന്നെയാണ് ഇത് നടത്തിക്കുന്നത്. 1000 നാമങ്ങളും ഞങ്ങൾ തന്നെയാണ് പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ധനപുഷ്ടി വേണം, വിഭവങ്ങൾ വേണമെന്നുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഒരു ലക്ഷ്മി അഷ്ടോത്തരവും കൂടി കൂട്ടിച്ചേർത്തു. എന്താ, ഇനി ആർക്കും ധനപുഷ്ടി ഉണ്ടായില്ല എന്നുള്ള സങ്കടം വേണ്ട എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ നാരായണൻ എവിടെയുണ്ടോ അവിടെ ലക്ഷ്മി തന്നെ വന്നോളും. എന്നാലും ഈ പ്രാപഞ്ചികന്മാർ, ഗൃഹസ്ഥന്മാരുണ്ടല്ലോ, അവർക്ക് തൃപ്തിയില്ല. അവർ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുന്നതാണ്. അതുകൊണ്ട് ഭർത്താവിന് തൃപ്തിയായ പോരാ, ഭാര്യയ്ക്കും വേണം എന്നൊരഭിപ്രായം അവർക്കുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ലക്ഷ്മി അഷ്ടോത്തരവും കൂടി നടത്തിയിട്ടാണ് അത് പരിസമാപിപ്പിക്കാറുള്ളത്. എല്ലാം കൂടി ഒരു 3 മണിക്കൂർ സമയമെടുക്കും. ഒരു മഹാസങ്കല്പമൊക്കെ ചൊല്ലി നിങ്ങളെല്ലാവരും ഒന്ന് വന്ന് നോക്കൂ അതെങ്ങനെ നടക്കണു എന്നുള്ളത്. ആ സത്രശാലയെ മുഴുവനും ഹോമകുണ്ടവും അർച്ചന നടത്താനുള്ള വേദിയുമായി ഒരുക്കാൻ അധികം സമയമൊന്നുമില്ല. തലേ ദിവസം 6:30 മണി വരെ അവിടെ പതിവ് പ്രസംഗങ്ങളും തത്വപ്രവചനങ്ങളും നടക്കും. അത് കഴിഞ്ഞ് ഒരു 7:30 മണിക്ക് ആ സത്രശാലയെ ഒഴിവായി കിട്ടിയാൽ പിന്നെയുള്ള ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അതിൻ്റെ അലങ്കാരങ്ങൾ മുഴുവൻ കഴിയണം. ആ സത്രശാലയിലുള്ള വിളക്കുകളും ഹോമകുണ്ടവും അവിടെ വേദിയിൽ വെച്ചിട്ടുള്ള വിഷ്ണു വിഗ്രഹം, പടം എല്ലാം ഉണ്ടല്ലോ. ഇതിനെ എല്ലാറ്റിനെയും കൂടി ഒരു സൂത്രം കൊണ്ടൊരു സൂത്രബന്ധനം നടത്തും. മൗലീബന്ധനം എന്നാണ് ഇതിന് പറയുക.
എല്ലാറ്റിനെയും ബന്ധിപ്പിക്കും എന്ന് പറഞ്ഞാൽ ആ നടത്തുന്നത് മുഴുവനും സംയുക്തമായിട്ടുള്ള ഒരു നടത്തിപ്പാണ് എന്ന് വരാൻ. അങ്ങനെയാണത് നടത്താറുള്ളത്. ഞാനിത് എന്തിനാ പറഞ്ഞത്? ജ്ഞാനവിജ്ഞാന യജ്ഞേന, അതാണ് ഇവിടെ പ്രധാനം. അപ്പോൾ കൃഷ്ണനത് നല്ല പോലെ അറിയാം. നമ്മുടെ ഭൂമി വളരെ പുരാതനമാണ്, പാരമ്പര്യമുണ്ട്, അവിടെ യജ്ഞങ്ങൾക്ക് വലിയ സ്ഥാനമാണ്. ഈ ജ്ഞാനം വിജ്ഞാനം എന്ന് പറയുമ്പോൾ അതും ഒരു യജ്ഞമായി തീരുന്നു. അവിടെ ഏത് യജ്ഞപതിയാ യജിക്കുന്നത് സർവയജ്ഞപതിം ആത്മാനം മാം. അന്തരാത്മാവ് തന്നെയാണ് വാസ്തവത്തിൽ പരമേശ്വരൻ. ആ ആത്മാവിനെയാണ് ഈ ജ്ഞാനവിജ്ഞാനം കൊണ്ട് യജിക്കുന്നത്. എങ്ങനെ? സാധാരണ എന്തെങ്കിലും പദാർത്ഥങ്ങൾ എടുത്ത് ഹോമിച്ച് ആ പദാർത്ഥങ്ങൾ ആർക്ക് വേണ്ടി ഹോമിക്കുന്നുവോ, ഇന്ദ്രനാണെങ്കിൽ ഇന്ദ്രനിൽ എത്തിച്ചേരട്ടെ എന്ന് പറഞ്ഞൊരു സങ്കല്പമാണ് അവിടെ. ഇവിടെയോ പരമാത്മാവിൽ ലയിച്ചു ചേരട്ടെ എന്നാണ് ഇവിടുത്തെ സങ്കല്പം. അപ്പം നമ്മളൊരു പദാർത്ഥം എടുത്ത് കൊടുക്കുകയല്ല, നാം തന്നെ സ്വയം പരമാത്മാവിലേക്ക് ഹോമിക്കപ്പെടുകയാണ്. നമ്മുടെ അഹങ്കാരം നമ്മളെ ഒറ്റ തിരിച്ച് നിർത്തുന്നതായ ബോധമുണ്ടല്ലോ, ആ ബോധത്തിനെ പരമാത്മാവിൽ ഹോമിച്ച് അങ്ങനെ താൻ വേറെ എന്നൊരു തോന്നലില്ലാതെയായി തീരുന്ന വിശേഷപ്പെട്ട ഒരനുഭവം ഇതാണ് നമുക്കുണ്ടാകുന്നത്. നമുക്ക് എല്ലാവർക്കും ഭക്തി എന്ന് പറയുന്നത് ഭഗവാനെ ചൊല്ലിയും ഭഗവാനോട് തോന്നുന്നതുമാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിച്ച്. ഭഗവാനെ സ്തുതിക്കും, ഭഗവാനോടാണ് എനിക്ക് ഭക്തി. ഇങ്ങനെ ഭഗവാൻ എന്ന് എടുത്ത വാക്കിനൊക്കെ പറഞ്ഞാലും ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഈ പറയുന്ന പറച്ചിലുകൊണ്ടും അതുകൊണ്ടുള്ള മനോഭാവമുണ്ടല്ലോ എല്ലാം തന്നെ, ഇത് നടക്കുന്നതാരില്ല? ഭഗവാനിലോ അതോ ഭക്തനായ നിങ്ങളിലോ? നമ്മുടെ എല്ലാ ഭക്തി അഭ്യാസങ്ങളും അനുധാവനങ്ങളും പ്രകടനങ്ങളും ഭഗവാനിൽ പരിണാമം ഉണ്ടാക്കി തീർക്കാനോ അതോ ഭക്തരായിരിക്കുന്ന നമ്മളിൽ തന്നെ വ്യത്യാസം വരുത്താനോ? അപ്പം എല്ലാ ഭക്തി അഭ്യാസങ്ങളും പരിണാമം വരുത്തുന്നുണ്ടെങ്കിൽ അത് ഭക്തനിലാണെന്നുള്ളത് നിങ്ങൾ നല്ലോണം ഓർമ്മ വയ്ക്കണം. നാം ഇങ്ങനെ ഈശ്വരനെ സ്തുതിച്ചാൽ സ്തുതിക്കനുസരിച്ച് ഈശ്വരൻ ഇങ്ങനെ വികസിച്ച് വരാനൊന്നുമല്ല. നമ്മുടെ സ്തുതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് ഒരു മാറ്റവും വരാനില്ല. എന്നാൽ ഭഗവാനെ സ്തുതിച്ച് ആ സ്തുതിയുടെ സമ്പ്രദായവും രൂപവും രേഖയും ഒക്കെ മാറി അവസാനം നാമാണ് ഭഗവാനായിത്തീരുന്നത്, ഭക്തനായിത്തീരുന്നത്. അതാണ് ഇവിടെ പറയുന്നത് ആത്മാനം ആത്മനി ഇഷ്ട്വ എന്ന്. ആത്മാനം ആത്മനി ഇഷ്ട്വ, തന്നിൽ തന്നെ യജനം ചെയ്ത്. ഈ തന്നിൽ തന്നെ യജനം ചെയ്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ വേറെ, ഈശ്വരൻ വേറെ, ഈശ്വരൻ വേറെ, ലോകം വേറെ, ലോകം വേറെ, ഞാൻ വേറെ. ഇങ്ങനെ ഈ വേറിട്ടിട്ടുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിലിപ്പോൾ ഉള്ളത്. ആ വേറിട്ടിട്ടുള്ള ചിന്ത മുഴുവനും പോയി, ഭേദഭാവന മുഴുവനും പോയി, അഭേദഭാവന മനസ്സിലുദിക്കുന്നു. അത് ഉദിക്കുന്നതോടുകൂടി നമ്മുടെ കുഴപ്പങ്ങളെല്ലാം തീർന്നു. പിന്നെ ഒന്നും അവിടെ ബാക്കി വരില്ല. പര്യാപ്തകാമസ്യ കൃതാത്മനസ്തു ഇഹൈവ സർവേ പ്രവിലീയന്തി കാമാഹ. ഉപനിഷത്ത് പറയുകയാണ്, പര്യാപ്തകാമനായവന് എല്ലാം ഇവിടെ ലയിച്ചു പോവാണ്. അവസാനം എല്ലാം പുറപ്പെട്ടയിടത്ത് തന്നെ അവസാനിക്കുക. ഭക്തി പുറപ്പെടുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. ഭഗവാനിന് വേണ്ടി കുതിക്കുകയാണത്. അങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തി അവസാനം പരിസമാപിക്കുന്നത് ഭഗവാൻ അന്തരാത്മാവാണെന്ന് കണ്ടുപിടിച്ച് ആ അന്തരാത്മാവിൽ അലിഞ്ഞു ചേരുമ്പോഴാണ്. പുറപ്പെട്ടയിടത്താണ് എല്ലാം അവസാനിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് ഉദിച്ചു വരുന്ന ചിന്തകൾ മുഴുവൻ ഉള്ളിൽ തന്നെയാണ് അസ്തമിക്കുന്നത്. എല്ലാം തന്നെ. ഒരു പ്രശ്നം, എവിടെയാ പ്രശ്നം? നമ്മുടെ മനസ്സിൽ. ആ പ്രശ്നത്തിന് ഉത്തരവോ ആ പ്രശ്നത്തിൻ്റെ തന്നെ അടിത്തട്ടിൽ ആധാരമായിട്ട് കിടക്കുന്നു. എല്ലാം അങ്ങനെയാണ്. ജ്ഞാനമാണ് പരമമായ തത്വം. നമ്മൾ പരമതത്വം ഈശ്വരൻ എന്നൊക്കെ പറയുന്നു. എന്താണത് വാസ്തവത്തിൽ? ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വാക്കാണ്. ആ വാക്കിന് ആധാരം നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആശയമാണ്. മനസ്സിൽ ആശയം വിരിയുന്നു, അതിന് വാക്കൊരു രൂപം കൊടുത്ത് നമ്മൾ പുറത്ത് പ്രകടമാക്കുന്നു. അപ്പോൾ ഭഗവാൻ എന്ന വാക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് പുറപ്പെട്ടതുണ്ടല്ലോ, അതിന് അർത്ഥവും വ്യാപ്തിയും പറയാൻ നമ്മുടെ മനസ്സ് തന്നെ വേണം. അങ്ങനെ നോക്കുമ്പോൾ എല്ലാം ഒരു തത്വമാണ്. തത്വം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ?
തത്വം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവല്ല. ഇപ്പോൾ അനന്തം എന്ന് പറയുന്നു നമ്മൾ. അനന്തം എന്ന് പറഞ്ഞാൽ ഒരളവാണ്. ആ അളവ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? പറ്റില്ല. അണുവിനേക്കാൾ സൂക്ഷ്മമായിട്ടുള്ള അണു എന്ന് പറഞ്ഞാൽ അതിനെ ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? പറ്റില്ല. ഇത് രണ്ടും നമ്മുടെ മനസ്സ് നിരൂപിക്കുന്നതായ ഭാവങ്ങളോ ഭാവനകളോ ആണ്. ഭഗവാനും അങ്ങനെ ഒരു ഭാവനയാണ്. ആ ഭാവനയിൽ സത്യമായിട്ടുള്ളത് എന്താ? നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കാൻ കാരണമില്ല, എല്ലാവർക്കും അനുഭവമുള്ളതാണ്. ആ മനസ്സിൽ ഉദിച്ചുയരുന്നതായ ആശയങ്ങളാണ്, തത്വങ്ങളാണിത് മുഴുവനും. അതാണ് ആദ്യമേ ഭാഗവതം വ്യക്തമാക്കിയിട്ടുള്ളത്. വദന്തി തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. വദന്തി തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം. തത്വവേത്താക്കളുണ്ടല്ലോ, അവർ പറയുന്നു. നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ? സൂതൻ പറയുകയാണ് മുമ്പിലുള്ളവരോട്, നിങ്ങൾ എന്നോട് ചോദിച്ചുവല്ലോ, ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം വായിച്ച് നല്ലപോലെ മനസ്സിലാക്കിയിട്ടുള്ള അങ്ങ് ഇതിലെല്ലാം കൂടിയിട്ടുള്ള സാരാംശം തത്വം എന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ? ഇതാണ് എനിക്ക് പറയാനുള്ളത്. അറിവുള്ളവർ പറയുന്നു, നിങ്ങൾ ചോദിച്ചത് തത്വം ജ്ഞാനമദ്വയം. രണ്ട് എന്ന ഒരു സ്ഥാനമില്ലാതെ ഇരിക്കുന്ന അറിവാണ് നിങ്ങൾ ആവശ്യപ്പെട്ട തത്വം. ഒരു തത്വമാണത്. ആ തത്വം എന്താ? അദ്വയം ജ്ഞാനം. നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് സമീപിക്കുമ്പോൾ ഒക്കെ വേറെയാണ്. ശബ്ദം വേറെയാണ്, കാഴ്ച വേറെയാണ്, മണം വേറെയാണ്, രുചി വേറെയാണ്, സ്പർശം വേറെയാണ്, ചിന്ത വേറെയാണ്, വികാരം വേറെയാണ്, ഒക്കെ വേറെയാണ്. ഇങ്ങനെ വേറെ വേറെ എന്നുള്ള ഒരു നിലയില്ലാതെയാക്കി തീർക്കുന്ന ജ്ഞാനം എന്തോ അതാണ് തത്വം. അതിനെയാണ് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. അതിനെയാണ് ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാൻ എന്നും പറയുന്നത്. അപ്പം നമ്മൾ പറയുന്ന ഭഗവാനും ഈശ്വരനും വാസ്തവത്തിലൊരു തത്വമാണ്. ആ തത്വം എന്താ? അദ്വയമായിരിക്കുന്ന ജ്ഞാനം. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അദ്വയജ്ഞാനം. രണ്ട് എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ ഉദിക്കരുത്. എല്ലാം ഒന്നാണ്. ഏതുപോലെ? സ്വപ്നത്തിൽ നാം പല ദൃശ്യങ്ങളും കാണുന്നു. സമാന്തരമായ ഒരു ലോകം, പുതിയതായി നമ്മുടെ ഒരു ശരീരം, അതിൽ പലതും അനുഭവിക്കുന്നു, പലതും ചെയ്യുന്നു, പല വ്യവഹാരങ്ങളും നടക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണരുന്നതോടുകൂടി ആ കണ്ടത് മുഴുവൻ അസ്തമിച്ചു. കണ്ട മനസ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ കാണപ്പെട്ടതൊക്കെ എന്താ? ഈ മനസ്സായിത്തീർന്നതാണ്. അപ്പം മനസ്സായിത്തീർന്ന വസ്തുക്കളിൽ മനസ്സല്ലാതെ വല്ലതും ഉണ്ടോ? ഇല്ല. അതുപോലെയാണ് ഈ ലോകം മുഴുവനും നമ്മുടെ മനസ്സിലുള്ള പതിപ്പുകളാണ്. ആ മനഃപ്പതിപ്പുകളിൽ മനസ്സത്തെ ഒഴികെ വേറെ ഒന്നുമില്ല. അങ്ങനെ എല്ലാം നമ്മുടെ ഉള്ളിലുള്ള സത്താവിശേഷമാണ്, പ്രജ്ഞാവിശേഷമാണ്, ചേതനാവിശേഷമാണ് എന്ന് മനസ്സിലാക്കി ആ ബഹുത്വത്തിനോടുള്ള ആകർഷണമോ വികർഷണമോ ഒക്കെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകണം. വദന്തി തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. ഈ അധ്യായം പരിസമാപിപ്പിക്കാനായിട്ട് പറയുകയാണ്. ആദ്യമായിട്ട് അധ്യായം പരിസമാപിപ്പിക്കുന്നില്ല. ആ പറഞ്ഞത് ത്വയുദ്ധവാശ്രയതി യസ്ത്രിവിധോ വികാരോ മായാന്തരാപദതി നാദ്യപവർഗയോർയത് ജന്മാദയോസ്യ യദമീ തപതസ്യ കിം സ്യുഃ ആദ്യന്തയോർ യദസതോസ്തി തദേവ മധ്യേ. കണ്ണിലുണ്ണിയായ പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. എന്ത്? ശ്രീമദ് ഭാഗവതം 12 സ്കന്ധങ്ങളാണ്. അതിൽ 11ാമത്തേത് ഏകാദശം എന്ന് സുപ്രസിദ്ധമാണ്. സംസ്കൃതത്തിലെ ഏകാദശം എന്ന് പറഞ്ഞാൽ 11ാമത്തത് എന്നാണ് അർത്ഥം. അത് മുക്തിസ്കന്ധം. അതിൻ്റെ ഒത്ത നടുവിലാണ് നമ്മളെല്ലാവരും എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. 6ാം അധ്യായം മുതൽക്കാണ് ശ്രീകൃഷ്ണൻ ഉപദേശം തുടങ്ങിയത്. ആരോട്? ഉത്തമ ഭക്തനും കണ്ണിലുണ്ണിയുമായിരിക്കുന്ന ഉദ്ധവനോട്. എന്നിട്ടോ നമ്മളിപ്പോൾ 19ാമത്തെ സ്കന്ധത്തിലാണ്. ഇതെല്ലാം കൂടി 31ആണ്. ഒത്ത നടുക്കിലാണ് നമ്മളിപ്പോൾ. എവിടുന്ന ഉദ്ധവൻ തുടങ്ങിയത് എന്ന് ഞാൻ പറഞ്ഞു വെച്ചു. നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ എന്നറിയില്ല. ഞാൻ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. എനിക്ക് ആശാപാശവും മമതയും വിട്ടുകളയാൻ വയ്യ. അതുകൊണ്ട് അങ്ങ് എന്നെ വേണ്ടതുപോലെ തത്വോപദേശം നൽകി
അങ്ങ് പറയുന്നത് പ്രകാരം എൻ്റെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും അങ്ങയെപ്പോലും വിട്ട് ഇവിടുന്ന് പോകണം എന്നാണല്ലോ പറയുന്നത്. അതിന് ശക്തനാക്കി തീർക്കണം എന്നാണ് ഉദ്ധവൻ്റെ ആവശ്യവും അപേക്ഷയും. അതിന് മറുപടി പറഞ്ഞ് തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും എല്ലാം ഉപദേശിച്ച് ഇങ്ങനെ വരിക. ഈ എല്ലാം കൂടിയിട്ട് അവസാനത്തതോ അല്ലെങ്കിൽ അടിസ്ഥാനപരമായോ തത്വം എന്താ? എടോ മനുഷ്യ, താൻ ശരീരമല്ല. അല്ല, തനിക്കൊരു ശരീരം ഉണ്ട് എന്നുള്ളത് ശരിയാ. ആർക്കുണ്ടോ ആ ആള് ശരീരമല്ല. വീടുള്ള ആള് വീടാണോ? അല്ല. വസ്ത്രം ധരിച്ചിട്ടുള്ള ആള് വസ്ത്രമാണോ? അല്ല. കല്യാണം കഴിച്ചിട്ടുള്ള ആള് ഭാര്യയോ ഭർത്താവോ ആണോ? അല്ല, താനാണ്. താൻ കല്യാണം കഴിച്ച ആളാണ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. തനിക്കുണ്ടായ കുട്ടികൾ പോലും താനല്ല. അപ്പം താൻ ഞാൻ എന്ന് പറയുന്നത് ഒന്നവിടെ വേറെ നിൽക്കണു. അതാണ് അടിസ്ഥാനം. ഞാനില്ലാതെ ഇവിടെ ഒന്നുമില്ലല്ലോ. ഞാനില്ലാതെ എനിക്ക് ജീവിതമില്ല. ഞാനില്ലാതെ എനിക്ക് ശരീരമില്ല. ഞാനില്ലാതെ എനിക്ക് മനസ്സില്ല, ബുദ്ധിയില്ല, അഹങ്കാരമില്ല, ഒന്നുമില്ല. അപ്പം ഞാനാണ് ഇവിടെ അടിസ്ഥാന തത്വം. ആ അടിസ്ഥാന തത്വത്തിനെ കുറിച്ചായിരുന്നു ഉദ്ധവനുള്ള വിഷമം. സോഹം മമാഹമിതി മൂഢമതിർ വിഗാഠ എന്നാണ് പറയുന്നത്. ആദ്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഏകാദശ സ്കന്ധം എടുക്കുന്ന സമയത്ത് നമ്മുടെ ശ്രോതാക്കളും പ്രേക്ഷകരുമായിട്ടുള്ളവരെ കൊണ്ടൊക്കെ ദിവസേന ഈ ശ്ലോകം പറയിപ്പിക്കും. ഭഗവത്ഗീത എടുക്കുകയാണെങ്കിൽ കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാ യശ്രേയസ്യാത് നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. ഇത് പറഞ്ഞിട്ടാണ് പ്രവചനം തുടങ്ങുന്നത്. അതുപോലെ ഭാഗവതം പ്രത്യേകിച്ചും ഏകാദശം പ്രതിപാദിക്കുന്ന സമയത്ത് ഈ ശ്ലോകം പറയിപ്പിക്കും. ഏത്? സോഹം മമാഹമിതി മൂഢമതിർ വിഗാഠ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ തത്വഞ്ജസാ നിഗദിതം ഭവതാ യഥാഹം സംസാധയാമി ഭഗവൻ അനുശാധിഭൃത്യം. എന്താ ഇതിൽ ഉദ്ധവൻ വളരെ വ്യക്തമാക്കുന്നത്? ദീർഘകാലം കൃഷ്ണനുമായി സാന്ദ്രം കനത്ത സംസർഗമാണ് ആർക്ക്? ഉദ്ധവന്. വലിയ ഒരു ഭക്തനാ, വിശ്വസ്തനുമാണ്, ഒരു കൺസൾട്ടന്റും കൂടിയാണ് കൃഷ്ണപരമാത്മാവിന്. അങ്ങനെയുള്ള ഉദ്ധവൻ പറയുന്നു, ദശാബ്ദങ്ങളോളമുള്ള ആ സംഘത്തിനും പുറമേ അത് സംഘം ഉണ്ടായിട്ടും പറയാണ്, സോഹം മമാഹമിതി മൂഢമതിർ വിഗാഠ. എന്നെ വിട്ടുപിരിയാത്തൊരു മൗഢ്യം, ഒരു മൂഢത, ഒരു അറിവില്ലായ്മയുണ്ട്, വിഡ്ഢിത്തം. എന്താ അത്? സോഹം, ഈ ശരീരമാണ് ഞാൻ എന്നുള്ള ഒരു തോന്നൽ. എന്ത് ചെയ്താലും വിട്ടുപോകുന്നില്ല. ആ ശരീരത്തിന് ബന്ധുബാന്ധവന്മാരോ ഉപയോഗിക്കാനോ അനുഭവിക്കാനോ ഉള്ള സുഖസാമഗ്രികൾ ഉണ്ടെങ്കിൽ അതിനോടൊക്കെ മമാഹം, എൻ്റെ എന്നൊരു തോന്നൽ. ഈ രണ്ടെണ്ണത്തിലും ആണ്ട് കിടക്കുകയാണ് ആര്? ഞാൻ, എൻ്റെ ബുദ്ധി. അത് കാരണം അങ്ങ് പറഞ്ഞത് വേണ്ടതുപോലെ ഉൾക്കൊണ്ട് എല്ലാറ്റിനെയും വിട്ടു പോകൂ എന്ന് പറഞ്ഞല്ലോ. ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യ ആവേശ്യ മനസ്സമ്യക് സമദൃഗ് വിചരസ്വകാം. എന്നെ മനസ്സിൽ വിചാരിക്കുക, ആ കൃഷ്ണപരമാത്മാവിനെ തന്നെ എല്ലാ ദിക്കിലും കാണുക, സമദൃഷ്ടിയോടുകൂടി അവിടുന്ന് അങ്ങോട്ട് പോവുക. കൃഷ്ണൻ ദ്വാരകയിൽ മാത്രമാണെന്ന് വിചാരിക്കരുത്. ദ്വാരകയിൽ കൃഷ്ണൻ്റെ ശരീരം മാത്രമേ ഉള്ളൂ. എന്നാൽ ആ ശരീരത്തിനെ ഉജ്ജീവിപ്പിച്ചുകൊണ്ട് കാര്യക്ഷമമാക്കി നിലനിർത്തുന്ന ഒരു അന്തഃപ്രകാശമുണ്ട്, ഉൾ സാന്നിധ്യം. ആ സാന്നിധ്യം ആകാശത്തെ പോലെ ചിദാകാശമാണ്, ചിന്മയമാണ്. ആകാശത്തിനെ എവിടെയെങ്കിലും ബന്ധിച്ചു നിർത്താൻ പറ്റുമോ? ഭൂമിയിൽ ആകാശം ഒതുങ്ങി നിൽക്കുന്നുണ്ടോ? വെള്ളത്തിലോ കാറ്റിലോ ഏതെങ്കിലും ഊർജങ്ങളിലോ ഒതുങ്ങി നിൽക്കുന്നുണ്ടോ? ഇല്ല. ആകാശം സർവവ്യാപിയ, ഇടതൂർന്ന് നിൽക്കുന്നതാണ്. അതുപോലെയാണ് കൃഷ്ണ പരമാത്മാ എന്ന് പറയുന്ന ആ ചിത് സ്വരൂപം. ആ കൃഷ്ണപരമാത്മാവിനെ മനസ്സിൽ ധരിച്ച് അത് തന്നെ എല്ലാ ദിക്കിലും വികസിത രൂപത്തിൽ, വർദ്ധിത രൂപത്തിൽ ഉണ്ടെന്ന് വിചാരിച്ച് ബദ്രികാശ്രമത്തിലേക്ക് പോകൂന്നാ പറഞ്ഞത്. അത് ഉടനെ ശരിയെന്ന് പറഞ്ഞ് നമസ്കരിച്ച് ഉദ്ധവൻ പോകേണ്ടതാ. പക്ഷെ പാവം പോകാൻ സാധിക്കുന്നില്ല. ഏതുപോലെ? നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഈ വിഷമുണ്ടാവും. എല്ലാവരും അതുപോലെയാ. പോകണം എന്ന് പറഞ്ഞാൽ മാത്രം പറ്റാത്തവരാ അവിടെ. ഇരിക്കണം.
മരിക്കുന്ന സമയത്തും കൂടി ഞാൻ മരിക്കില്ല പോവില്ല എന്ന് പറഞ്ഞായിരിക്കും പലരും മരിക്കണത്. അങ്ങനെ ഒരു ഗതികേട് വരരുത്. ആ ഒരു നിലയിൽ നിന്ന് ഉദ്ധവനെ മാറ്റിയെടുക്കാനാണല്ലോ ഈ ഉപദേശം മുഴുവനും. അപ്പൊ ഈ പറയാൻ പോകുന്ന ശ്ലോകം ഇതെങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരിക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് മറുപടി അദ്ദേഹം പറയുന്നത് സോഹം അമാഹമിതി മൂഢമതിർ വിഗാഢ. വിഗാഢ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? സാധാരണ ഇങ്ങനെ പൊന്തിക്കിടക്കുകയല്ല ഈ അറിവില്ലായ്മയിൽ. അറിവില്ലായ്മ എന്ന് പറയുന്ന സമുദ്രത്തില് ഞാൻ ആണ്ട് കിടക്കണു, അടിയിൽ മണൽ വരെ എത്തിക്കഴിഞ്ഞു. അതാണ് എൻ്റെ നില. അങ്ങനെയുള്ള ഒരു ആണ്ട് കിടക്കുന്ന അജ്ഞാനത്തിൽ നിന്ന് ഉദ്ധവനെ ഉയർത്തിക്കൊണ്ടുവന്ന് കൃഷ്ണൻ പറയുന്നത് പോലെ ചെയ്യിക്കാൻ സാധിക്കണം, ചെയ്യാൻ പറ്റണം. അതിനു വേണ്ടിയിട്ടുള്ള ഉപദേശം. അപ്പോൾ ഒരു മകുട ചൂടാമണി ആയിട്ടുള്ള ഒരു ശ്ലോകമാണിത്. ത്വയുദ്ധവാശ്രയതി യസ്ത്രിവിധോ വികാരോ മായാന്തരാപതതി നാദ്യപവർഗയോർയത് ജന്മാദയോസ്യ യദമി തവതസ്യ കിം സ്യുഃ ആദ്യന്തയോർ യദസതോസ്തി തദേവ മധ്യേ. ഇതെങ്ങനെയാ ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞ് മനസ്സിലാക്കുക? പ്രേക്ഷകരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുവോ, ഗ്രഹിക്കുവോ? നിങ്ങൾക്ക് വിഷമം തോന്നാം. പറയും സ്വാമിജി ഇത് സൂക്ഷ്മമാണ്, ഇത് ആബ്സ്ട്രാക്റ്റ് ആണെന്ന്. മിണ്ടിപ്പോവരുത്. ആബ്സ്ട്രാക്റ്റ് എന്ന് മാത്രം നിങ്ങൾ പറയരുത്. ഇത് നിങ്ങളുടെ ശരീരത്തിനെ ഉജ്ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അതിന് ചൂടും അതിൽ ചിന്തകളും അറിവും എല്ലാം തന്നെ അങ്ങനെ തൊടുത്തുവിട്ട് ശബ്ദമായി പരിണമിച്ച്, ചൂടായി പരിണമിച്ച്, ആകർഷക ശക്തിയെ കാന്തശക്തിയായി പരിണമിച്ച്, ഉള്ളിൽ പല വിധത്തിലുള്ള ഭാവങ്ങളും വികാരങ്ങളും സ്മരണകളും ചിന്തകളും ബുദ്ധിവൃത്തിയിലോ സംശയങ്ങളും അന്വേഷണങ്ങളും അറിവും വിജ്ഞാനവും എല്ലാം പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സാന്നിധ്യത്തെ പറ്റിയാണ് പറയുന്നത്. ഇത് ആര് പറയുന്നു? കൃഷ്ണൻ. ആരോട്? പ്രിയപ്പെട്ട ഉദ്ധവനോട്. എന്തിനു വേണ്ടി? ഉദ്ധവന്റെ മനസ്സിലുള്ള വിഷമം തീർക്കാൻ. വിഷമം തീർത്തിട്ടോ ഉടൻ തന്നെ ദ്വാരക വിട്ടു പോകാൻ പറ്റണം. അപ്പൊ സാധാരണ നിലയ്ക്ക് ഇംപോസിബിൾ, സാധ്യമല്ല എന്ന് തോന്നുന്ന ഒരു കൃത്യമാണ് ഉദ്ധവൻ നിർവഹിക്കാൻ പോണത്. അതിനുള്ള ശക്തി ഉണ്ടായി. ഏതുപോലെ? യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് കുരുക്ഷേത്രത്തിൽ കുഴഞ്ഞു തൂങ്ങി അമ്പും വില്ലും വിട്ട് ഇരുപ്പായ അർജുനനെ കൊണ്ട് ആ സംശയങ്ങളും വികാരങ്ങളും ഒക്കെ മാറ്റിയെടുപ്പിച്ച് അവസാനം അതേ വില്ലും അതേ അമ്പുമെടുത്ത് എത്ര യുദ്ധം വേണമെങ്കിലും ചെയ്യാം എന്ന് അർജുനൻ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും രംഗം. പക്ഷെ ഇവിടെ യുദ്ധമല്ല എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ത്വയുദ്ധവ ആശ്രയതി യഹ ത്രിവിധോ വികാരോ. നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാവുന്നുണ്ടോ? ഇതിൻ്റെ അർത്ഥം സ്വാമിജി പറയുമ്പോൾ നമ്മുടെ കണ്ണിലുണ്ണി ശ്രോതാക്കളുണ്ടല്ലോ, പ്രേക്ഷകര്, ഇത് കേട്ട് ഗ്രഹിക്കാൻ തയ്യാറാവുമോ? നിങ്ങൾ ആവണം. നല്ല പോലെ തയ്യാറായിക്കോളൂ. എവിടെ വിഷമം വരുന്നു ഓർമ്മ വയ്ക്കണം. ദ്വാരകയിലെ കൃഷ്ണപരമാത്മാ തൻ്റെ കണ്ണിലുണ്ണിയായ പ്രിയപ്പെട്ട ഭക്തനോട് പറയുന്നതാണ്. ആർക്ക് വേണ്ടി? ഭക്തന്റെ മനസ്സിലുള്ള അറിവില്ലായ്മ നീങ്ങി വ്യാമോഹം മാറി ശക്തിയും തെളിച്ചവും ഉണ്ടാവണം. അതുതന്നെയാണ് ഇവിടെയും ആവശ്യം, സ്വാമിജിയുടെ ഉദ്ദേശം. അപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള മറകളൊക്കെ മാറിക്കിട്ടണം. ത്വയി ഉദ്ധവ ആശ്രയതി യസ്ത്രിവിധോ വികാരോ മായാന്തരാപതിനാദ്യപവർഗയോറിയത്. കല്യാണം കഴിച്ച ആ ജീവിത പങ്കാളി, അതിലുണ്ടായിട്ടുള്ള കുട്ടികൾ, അവരെല്ലാവരും കൂടി നാം പാർത്തു വരുന്ന, താമസിച്ചു വരുന്ന വീട്, ബന്ധുബാന്ധവന്മാര്, സമ്പാദിച്ചിട്ടുള്ള പണം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അത് കെട്ടിടമാണെങ്കിൽ കെട്ടിടം, ബാങ്കിലുള്ള നിക്ഷേപങ്ങളാണെങ്കിൽ അങ്ങനെ, കുറേയൊക്കെ സ്വർണം, കുറേയൊക്കെ പാത്രം, ഇങ്ങനെ പലതുമുണ്ട്. ഇതൊക്കെ നമ്മൾ സമ്പാദിച്ചതാ. നമ്മുടെ വ്യക്തിത്വം ഇതിലെല്ലാം അങ്കിതമാണ്. അങ്ങനെ പതിച്ചു പതിച്ചു വെച്ചിരിക്കുക. ഈ സാധനങ്ങളെയൊക്കെ വിട്ടിട്ടാണ്, ശരീരമടക്കം വിട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ആ വിടാനുള്ള ഒരു മനസ്സ് എങ്ങനെ ഉണ്ടാവും മനുഷ്യന് എന്നാണ് ചോദ്യം. ഉണ്ടാവണം. എങ്ങനെ? ഈ പറയുന്നത് മനസ്സിലാക്കിയ ഉദ്ധവ ത്വയി, ഉദ്ധവനിലാണ് ആശ്രയതി, എല്ലാം ആശ്രയിക്കുന്നത്. എന്താ ഈ എല്ലാം ആശ്രയിക്കുന്നത്? ത്രിവിധോ വികാരോ, 3 വിധത്തിലുള്ള വികാരങ്ങൾ. 3 വിധത്തിലുള്ള വികാരങ്ങൾ. എന്താ ഈ 3 വിധത്തിലുള്ള വികാരങ്ങൾ? പലപ്പോഴും നാം ഇവിടെ സംസാരിച്ചിട്ടുള്ളതാണ്. നാം ഒരു പ്രകൃതിയുടെ സത്വമാണ്, പ്രകൃതിയുടെ സൃഷ്ടിയാണ്.
ഈ ലോകം മുഴുവനും പ്രകൃതി രചനയാണ്. പ്രകൃതിക്ക് അടിസ്ഥാനപരമായിട്ടുള്ള 3 ഗുണങ്ങളുണ്ട്. ഏതാ 3 ഗുണങ്ങൾ? സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങൾ. ഈ 3 ഗുണങ്ങൾ സമമായിരുന്നപ്പോഴാണ് ഇവിടെ സൃഷ്ടിയൊക്കെ അറ്റങ്ങോട്ട് പോയി ഇല്ലാതെയായി, അവ്യക്തമായി, തെളിച്ചമില്ലാതെ വേർതിരിച്ചറിയാൻ പറ്റാത്തതായ ഒരു വിശേഷപ്പെട്ട അവ്യക്ത ദശ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവ്യാകൃതം. ആ 3 ഗുണങ്ങളിൽ എന്തോ ഒരു ഇടയിളക്കം വന്നപ്പോഴാണ് ഒന്ന് മറ്റൊന്നിൽ പ്രതികരിച്ചു. ആ പ്രതികരണത്തിന് പ്രതിപ്രതികരണമുണ്ടായി, പ്രതിപ്രതികരണത്തിന് പ്രതികരണമുണ്ടായി. അങ്ങനെ വർദ്ധിച്ചു 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 വന്നിട്ടാണ് മഹാപഞ്ചഭൂതങ്ങളും പഞ്ചഭൂതങ്ങളും ശബ്ദസ്പർശ രസരൂപ ഗന്ധങ്ങളും അവയെ ഗ്രഹിക്കാനുള്ള ഇന്ദ്രിയങ്ങളും അവയ്ക്ക് ഇരിക്കാനുള്ള ഒരു ശരീരവും ആ ശരീരത്തിന് വേണ്ടതുപോലെ പ്രവർത്തിപ്പിക്കാനുള്ള ഒരു മനസ്സും ബുദ്ധിയും അഹങ്കാരവും എല്ലാമായിട്ടുള്ള ജീവജാലങ്ങൾ ഇവിടെ ഉണ്ടായത്. അപ്പം ആ 3 ഇവിടെ വികാരം. എന്താ ഈ വികാരം? സത്വത്തിന് പ്രകാശം, സൗഖ്യം, അറിവ്. ഇതാണ് 3. രജോ ഗുണത്തിനോ പല വിധത്തിലുള്ള അഭിലാഷങ്ങൾ, കാമം. ആ കാമത്തിന് അനുസരിച്ച പ്രവൃത്തികൾ എന്തെല്ലാം ഉണ്ടോ ആ പ്രവൃത്തികൾ, ഇതൊക്കെയാണ് രജസ്. തമസ് എന്ന് പറഞ്ഞാലോ അന്ധകാരം, അറിവില്ലായ്മ, അജ്ഞാനം, ഇതൊക്കെയാണ്. ഇത് വാസ്തവത്തിൽ ഒരു ഫിസിക്കലോ കെമിക്കലോ ആയിട്ടുള്ള കമ്പോണൻസ് അല്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇത് അധ്യാത്മമായോ സ്പിരിച്വലായോ ദിവ്യമായിരിക്കുന്ന 3 ഘടകങ്ങളാണിത് മുഴുവനും. ആ പ്രകൃതിയുടെ വികാരങ്ങൾ ത്വയി ആശ്രയതീ. ഉദ്ധവനിലാണ് ഇത് ആശ്രയിച്ചിരിക്കുന്നത്. ഇത് വലിയ ഒരു പ്രസ്താവനയാണ്. ഈ ഉദ്ധവനോട് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ബാധകമാണ്. നമുക്ക് എല്ലാവർക്കും അത് ബാധകമാണ്. ഉദ്ധവനെ നോക്കി പറഞ്ഞു, അർജുനനെ നോക്കി കൃഷ്ണൻ പറഞ്ഞു കുരുക്ഷേത്രത്തിൽ, അത് നമ്മൾക്ക് എല്ലാവർക്കും ബാധകമാണ്, എല്ലാവർക്കും. അപ്പം നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്നതായ 3 കൂട്ടത്തിലുള്ള വികാരം, ആ വികാരങ്ങൾ വരുത്തി തീർക്കുന്ന പരിണാമങ്ങൾ, പരിണത ഫലങ്ങൾ എല്ലാം തന്നെ നിങ്ങളിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഇത് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുവോ? കേൾക്കുവോ? സമ്മതിക്കണ്ട. കേട്ട് ഗ്രഹിക്കുവോ? ഗ്രഹിച്ചാൽ മതി. സമ്മതം പതുക്കെ വരട്ടെ. അപ്പം ഈ 3 വികാരം എന്ന് പറഞ്ഞാൽ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന 3 അവസ്ഥകളെ ചൊല്ലിയല്ലേ നമ്മുടെ ജീവിതദശ മുഴുവനും. എന്താ സംശയമുണ്ടോ? കാലത്ത് നമ്മൾ എണീറ്റു. എണീക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവനവനിൽ ശരീരം പോലും അറിയാതെ, മനസ്സേ ബുദ്ധി അഹങ്കാരം ഒന്നും അറിയാതെ നമ്മൾ ഉള്ളിൽ ലയിച്ചിങ്ങനെ കിടക്കുകയാണ്. അതാണ് ഉറക്കം. ആ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഞാനിതാ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ പറ്റില്ല. എണീറ്റതിന് ശേഷം ഞാൻ ഉറങ്ങി എന്ന് ഒരു ഓർമ്മ രൂപത്തിൽ പറയാനേ പറ്റുള്ളൂ. അതാണ് ഉറക്കത്തിനുള്ള തടസ്സം. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും ആത്മജ്ഞാനികളായേനെ. ഉറങ്ങുന്ന ആളെ കണ്ടുപിടിച്ചാൽ, ഉറങ്ങുന്ന ആ ഞാൻ അതെന്താന്ന് കണ്ടുപിടിച്ചാൽ ആത്മജ്ഞാനമായില്ലോ. അപ്പം അവിടുന്ന് അങ്ങോട്ട് എണീറ്റ് കഴിഞ്ഞാൽ, ആ ഉറക്കം വിട്ട് എണീറ്റ് കഴിഞ്ഞാൽ കണ്ണും കാതുമൊക്കെ കാര്യക്ഷമമായി, പ്രവർത്തനക്ഷമമായി. അപ്പം നമ്മുടെ എഴുന്നേൽക്കലെ ആശ്രയിച്ചിരിക്കുന്നതാണ് ഈ ലോകത്തിൻ്റെ പ്രതീതി മുഴുവനും. സൃഷ്ടി എന്നൊന്ന് നമ്മെ വലയം ചെയ്ത് നിൽക്കുന്നു. നമുക്കൊരു ശരീരമുണ്ട്. ആ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങൾ മൂലം ലോകവുമായി, ലോകവസ്തുക്കളുമായി സമ്പർക്കം നടത്തുന്നു. ആ സമ്പർക്കത്തിൽ നിന്നുണ്ടാവുന്നതാണ് സുഖദുഃഖാദ്യ അനുഭവങ്ങൾ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? ജാഗ്രത്തിൽ നിന്ന് എണീക്കുമ്പോൾ. അതാണ് ഒരു വികാരം. ഈ ജാഗ്രത എങ്ങനെ ഉണ്ടാവുന്നുവോ അതുപോലെ മണിക്കൂറുകളോളം പ്രവർത്തിച്ചിരുന്ന ക്ഷീണത്തോടുകൂടി അവസാനം നമ്മൾ വൈകുന്നേരമോ രാത്രി 8 മണിക്കോ 10 മണിക്കോ ഒക്കെ കിടക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ആശ്രമത്തിൽ ഞങ്ങളൊക്കെ കിടക്കുമ്പോൾ മണി 11:30-12 ആവുള്ളൂ. ഉറക്കം മതിയാവാത്ത വിഷമമാണ് എപ്പോഴും, എല്ലാ ദിവസവും ഉണ്ട്. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും എനിക്ക് ഇന്നലെ ഉറങ്ങിയത് പോരാ. അങ്ങനെ പിറ്റേ ദിവസം ഈ പ്രവർത്തനം ഒക്കെ കഴിഞ്ഞ് ദിനചര്യ മുഴുവൻ കഴിച്ച് നമ്മൾ പിന്നെയും കിടന്നുറങ്ങുകയാണ്. ആ ഉറങ്ങുക എന്ന് പറയുമ്പോൾ എന്താ? എങ്ങനെ എണീറ്റ് ഈ ലോകവസ്തുക്കളെ മുഴുവൻ കണ്ട് അവയുമായി വ്യവഹരിച്ചു കൊണ്ടിരുന്നുവോ അതേമാതിരി ഈ ലോകവസ്തുക്കളുടെ പ്രതീതിയും പോയി, അവയുമായിട്ടുള്ള വ്യവഹാരവും നിലച്ചു. ഇവിടെ അനന്തമായിരിക്കുന്ന ഒരു സംഖ്യയാണെങ്കിൽ ഉറക്കം എന്ന് പറയുമ്പോൾ 0 തീരാതെ. ഈ അനന്തമായിരിക്കുന്ന വിശ്വം ഒരു ഇൻഫിനിറ്റ് മെഷറാണത്. ആ
ആ ഇൻഫിനിറ്റി മുഴുവനും പൂജ്യമായി മാറുന്നതാണ് ഈ ഉറക്കം എന്ന് പറയുന്നത്. അത് വേറെ ഒരു വികാരം. സുഷുപ്തി എന്നൊരവസ്ഥയാണത് ഉറക്കം. ഈ ഉറക്കം എന്ന് പറയുമ്പോൾ അതെന്താ? എൻ്റെ ഉറക്കം, എൻ്റെ അവസ്ഥ. ഉണർച്ചയോ അതും എൻ്റെ അവസ്ഥയാണ്. അപ്പം ഞാൻ ഉണ്ടാക്കി തീർക്കുന്ന വികാരങ്ങളാണ് ഈ ജാഗ്രതും അതുപോലെ അതിന് വിപരീതമായിരിക്കുന്ന സുഷുപ്തി ഉറക്കവും. ഈ ജാഗ്രത്തിൻ്റെയും ഉറക്കത്തിൻ്റെയും മധ്യത്തിലുള്ളതാണ് സ്വപ്നം എന്ന് പറയുന്ന അവസ്ഥ. ആ സ്വപ്നവും ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എങ്ങനെ ഉണർന്നുവോ, ഉണർച്ച വിട്ട് എങ്ങനെ കിടന്നുറങ്ങിയോ, അതേ ഞാൻ തന്നെയാണ് ആ ഉറക്കത്തിൻ്റെ ഉള്ളിൽ, ശരീരത്തിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഒരു സ്വപ്ന പ്രപഞ്ചം പൂർണ്ണമായി ഉണ്ടാക്കുന്നു. ആ സ്വപ്ന പ്രപഞ്ചത്തിന് വേണ്ടി എന്തെല്ലാം വേണം? ഒരു ശരീരം വേണം, അതിൽ 5 ഇന്ദ്രിയങ്ങൾ വേണം, 5 കർമ്മേന്ദ്രിയങ്ങൾ വേണം. ആ ഇന്ദ്രിയങ്ങൾക്ക് കാണാനും വ്യവഹരിക്കാനുമായി ലോകവസ്തുക്കൾ വേണം. ഇതൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ആരാ ഉണ്ടാക്കുന്നത്? നമ്മുടെ മനസ്സ്, അല്ലെങ്കിൽ നമ്മുടെ ആ കോൺഷ്യസ്നെസ്, ചേതന. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഞാൻ അല്ലെങ്കിൽ ഞാൻ 3 വിധത്തിലാണ് പ്രകടമാവുന്നത്. അഭിവ്യക്തി എനിക്ക് 3 തരത്തിലാണ്. എങ്ങനെയാ? ജാഗ്രത എന്ന് പറയുന്ന ഒരു അഭിവ്യക്തി, സുഷുപ്തി എന്ന് പറയുന്ന അഭിവ്യക്തി, സ്വപ്നം എന്ന് പറയുന്ന അഭിവ്യക്തി പ്രകടനം. ഇത് 3 എണ്ണമാണ് എനിക്കുള്ളത്. ഈ 3 വികാരവും എനിക്ക് ഞാൻ ഉണ്ടാക്കാതെ വേറെ വല്ലവരും ഉണ്ടാക്കുമോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉറങ്ങാനോ നിങ്ങളെ ഉറക്കാനോ എന്നെ കൊണ്ട് പറ്റുമോ? പറ്റില്ല. എണീക്കണതോ ഞാൻ വിളിച്ചാലും എണീക്കേണ്ടത് നിങ്ങളല്ലേ. അപ്പോൾ എഴുന്നേൽക്കുക എന്നുള്ളത് എൻ്റെ അവസ്ഥയാണ്. ഉറങ്ങുക എന്ന് പറയുന്നത് തൻ്റെ അവസ്ഥയാണ്. സ്വപ്നം കാണുക എന്ന് പറയുന്നത് തൻ്റെ അവസ്ഥയാണ്. ഇതാണ് 3 വികാരങ്ങൾ. ഈ 3 വികാരങ്ങൾ ഉദ്ധവ അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നതാണെന്ന്. ഇത്ര നാളും നമ്മൾ ധരിച്ചിട്ടുള്ളത് എന്താ? പ്രകൃതിയെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതം. പ്രകൃതിയാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത്. ഇവിടെ പറയുന്ന ഭാഷ തന്നെ മാറി. അങ്ങയിൽ ആശ്രയിച്ചിരിക്കുന്നു ത്രിവിധോ വികാര. എത്ര ഗൗരവമായി പോയി ഈ പ്രസ്താവന! എത്ര വലിയ തത്വമൂല്യമുള്ളതാണ് ഈ പ്രസ്താവന ശ്രീമദ് ഭാഗവതത്തിൻ്റെ. ഈ 3 എന്ന് പറയുമ്പോൾ അതിന് വേറെയും അർത്ഥം പറയാം. സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്ന് പറയുന്ന 3 ശരീരമുണ്ട് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞ് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ഥൂല ശരീരം ഈ കാണുന്നതാണ്. സ്ഥൂല വസ്തുക്കളെ കാണാനും ദർശിക്കാനും അവയുമായി സമ്പർക്കം നടത്താനുമുള്ളതാണ് സ്ഥൂല ശരീരം. സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നതോ, സൂക്ഷ്മ വസ്തുക്കളുമായി സമ്പർക്കം നടത്താൻ ഒരു സൂക്ഷ്മ ശരീരം വേണം. അതാണ് സ്വപ്നത്തിൽ. അങ്ങനെ ഒന്നും ഉണ്ടെന്നല്ല അർത്ഥം. അങ്ങനെ ഒന്നും ഉണ്ടെങ്കിലല്ലേ നമുക്ക് വ്യവഹരിക്കാൻ പറ്റുള്ളൂ. ജാഗ്രത ശരീരമല്ല സ്വപ്നം കാണുന്നതും സ്വപ്നത്തിൽ വ്യവഹരിക്കുന്നതും. അപ്പോൾ സ്ഥൂല ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു സൂക്ഷ്മ ശരീരത്തിനെ ഉണ്ടാവാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞോ കാരണശരീരം എന്ന് പറയുന്നതോ, ഇത് രണ്ടിനും കാരണമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഏത്? ഉറക്കം. അതും ഒരു അനുഭവമാണ്. ഒന്നും അറിയാതെ 6, 7, 8, 10 മണിക്കൂർ കിടന്നങ്ങോട്ട് ഉറങ്ങി ആ ഉറക്കം എന്ന് പറയുന്ന അനുഭവം നമുക്ക് ഉണ്ടാവണമെങ്കിൽ അതിനും ഒരു ശരീരം വേണം. ശരീരം എന്ന് പറയുമ്പോൾ കണ്ണുമൂക്കെല്ലാം കൂടിയതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ബാക്ടീരിയം എന്ന് പറയുന്ന ഒരു ചെറിയ സെല്ലിന് പോലും അതിൻ്റെതായ ശരീരമുണ്ട്. ശരീരം എന്നുള്ള വാക്കിനർത്ഥം നമുക്ക് അനുഭവമുണ്ടാക്കി തരുന്നത്, ഭോഗായതനം എന്ന അർത്ഥമേ ഉള്ളൂ. അതിന് കണ്ണും കാലും മൂക്കും വേണം എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. കണ്ണും കാലും മൂക്കുമുള്ള ശരീരമാവാം, അതല്ലാത്തതുമാവാം. ശരീരങ്ങൾ പലതരത്തിലാണ്. അതാണ് മോണോ സെല്ലുലർ ലൈഫ് എന്ന് പറഞ്ഞാൽ ആ സെല്ലിന് എന്താ കൈകാലുകളൊക്കെ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ കാരണശരീരം എന്ന് പറയുമ്പോഴോ ഉറങ്ങിക്കിടന്ന് ഒരു ഭാഗത്ത് സ്വപ്നത്തിനും ഒരു ഭാഗത്ത് ജാഗ്രതത്തിനും കാരണമായിരിക്കുന്ന ഒരു ശരീരം. അങ്ങനെ 3 ശരീരങ്ങളെയാണ് വേദാന്തം പോസിറ്റ് ചെയ്യുന്നത്. ഇതിനർത്ഥം തെറ്റിദ്ധരിക്കാറുണ്ട് മനുഷ്യരെന്ത്? മരിച്ചു പോയതിനു ശേഷം ഒരു സൂക്ഷ്മ ശരീരം അതിജീവിക്കുന്നു, ഒരു കാരണ ശരീരം അതിജീവിക്കുന്നു. ആയിക്കോട്ടെ, അതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വല്ല മെച്ചമുണ്ടെങ്കിൽ പറഞ്ഞോളൂ. സത്യം അതൊന്നുമല്ല. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്ന് 3 അവസ്ഥകൾക്ക് അധിഷ്ഠാനമായിട്ടുള്ള 3 കാരണങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ജാഗ്രത ഉണ്ടോ? ഇല്ല. പിന്നെ സ്വപ്നം ഉണ്ടാവുമോ? ഇല്ല. പിന്നെ അയാൾ കിടന്നുറങ്ങുമോ? ഇല്ല. അപ്പം 3 ശരീരവും പോയി അവിടെ. ഇതിൽ സൂക്ഷ്മ ശരീരവും കാരണശരീരവും അതിജീവിക്കുന്നു മരണത്തെ എന്ന് പറയുന്ന ആ ഭാഗമുണ്ടല്ലോ, അത് കാൽപ്പനികമാണ്. അറിവില്ലാത്തവർക്ക് രസിക്കാൻ വേണ്ടി തൽക്കാലം ഒരു വടി കുത്തി നടക്കാൻ വേണ്ടി ഒരു വടി എന്നുള്ള നിലയ്ക്ക് കൊടുക്കുന്നതാണ്.
ഈ സ്ഥൂല ശരീരം പോലെ സൂക്ഷ്മ ശരീരം ഇപ്പം നമുക്കുള്ളതാണ്. കാരണ ശരീരം ഇപ്പോൾ ഉള്ളതാണ്. ഈ സ്ഥൂല ശരീരം പോകുന്നതോടുകൂടി സൂക്ഷ്മ ശരീരവും പോകും, കാരണ ശരീരവും പോകും. ഇത് ഞാൻ പറയുമ്പോൾ എനിക്കറിയില്ല, പല എഴുത്തുകളും എനിക്ക് വരാം. സ്വാമിജി, എന്ത് സ്വാമിജി? സ്വാമിജി സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും അതിജീവിക്കണില്ല എന്ന് പറഞ്ഞാൽ പുനർജന്മം എങ്ങനെയുണ്ടാവും എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കും. ഈ ജന്മം തന്നെ ഇല്ല, ഈ മരണം തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പുനർജന്മം ഉണ്ടോ? അപ്പൊ ജന്മം മരണം എന്ന് പറയുന്നത് തന്നെ മായയാണെന്നാണ് ഇവിടെ പറയുന്നത്. അതാ ഞാൻ പറഞ്ഞ ഈ ശ്ലോകം ഞാൻ എങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു. ഞാൻ പറയാം, മനസ്സിലാക്കിക്കും ചെയ്യാം. നമ്മുടെ കണ്ണിലുണ്ണി പ്രേക്ഷകര് സ്വാമിജി പറയണത് കേട്ട് ഗ്രഹിച്ച് അത് ഉള്ളിൽ പതിപ്പിച്ച് തൃപ്തിയോടുകൂടി അതിനാൽ അവരുടെ ജീവിതം നയിക്കപ്പെടണ്ടേ? അവിടെയാണ് സംശയം. അപ്പൊ സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങൾ, ഈ 3 ഗുണങ്ങളെ എവിടെയൊക്കെയാണ് നമ്മൾ കാണുക? ജാഗ്രത എന്ന് പറയുന്നത് സത്വഗുണമാണ്, സ്വപ്നം എന്ന് പറയുന്നത് രജോ ഗുണമാണ്, സുഷുപ്തി എന്ന് പറയുന്നത് തമോ ഗുണമാണ്. ഈ 3 ഗുണത്തിന്റെ പ്രകടനങ്ങളാണ്. എന്താ ഈ സത്വഗുണമാണ് ജാഗ്രത എന്ന് പറഞ്ഞ്? സത്വാത് സഞ്ജായതേ ജ്ഞാനം. സത്വഗുണം ഉള്ളപ്പോഴേ ജ്ഞാനം ഉണ്ടാവുള്ളൂ. ഈ 3 അവസ്ഥകൾ നിങ്ങൾക്ക് ജ്ഞാനം എപ്പോഴാണ് ഉണ്ടാവുക? ഉണർന്നിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ഉണർന്നിരിക്കുക എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഞാനിതാ ഉണർന്നിരിക്കുന്നു. ഉണർവ് എന്ന് പറഞ്ഞാൽ ഒരറിവാണത്. ഇറ്റ്സ് ആക്ച്വലി എ റെക്കഗ്നിഷൻ, എ കോഗ്നിഷൻ ഓർ എ കോംപ്രിഹെൻഷൻ ഓർ എൻ അപ്രിഹെൻഷൻ. ആ ഉണർന്ന എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഉണർന്ന, എന്നോട് ഒരാളും പറയണ്ട ഞാൻ ഉണർന്നു എന്ന് പറയാൻ. ആ ഉണർന്ന ഉടനെ എൻ്റെ കണ്ണും കാതും പ്രവർത്തിക്കുകയായി, ഈ ലോകത്തിന് ഞാൻ കാണുകയായി, സംസർഗം നടത്തുകയായി. അപ്പൊ ജാഗ്രത അവസ്ഥയിലെ അടി തൊട്ട് മുടി വരെ നമ്മൾ ഉണർവാണ്. ഈ സുഷുപ്തിയിലോ ഇതിന് നേരെ വിപരീത, നമുക്ക് ഉണർവേ ഇല്ല. അവിടെ ചാവളില്ല എന്ന് മാത്രമേ ഉള്ളൂ. സുഷുപ്തി വിട്ട് എണീറ്റാൻ ഞാൻ ഉറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് അതും കൂടി ഒരു ഉണർവാണ്. അപ്പൊ ഉറക്കത്തിൽ നമുക്ക് ഉണർവ് നഷ്ടപ്പെട്ടു പോകും. സ്വപ്നത്തിലോ വേറെ ഒരു തരത്തിലുള്ള ഉണർവാണ്. ജാഗ്രതയിലുള്ള ഉണർവല്ല അവിടെ, സുഷുപ്തിയിലുള്ള ഉണർവുമല്ല. നേരെ മറിച്ച് വേറെ ഒരു ഉണർവ്. അതിനെ വിച്ഛേദിച്ചുകൊണ്ടാണ് നാം പിന്നെയും എഴുന്നേൽക്കുന്നത്. അപ്പൊ സത്വഗുണം എന്ന് പറയുന്നത് ജാഗ്രതയിൽ, സ്വപ്നം എന്ന് പറയുന്നത് രജോ ഗുണത്തിന്റെ, തമോ ഗുണത്തിന്റെ സുഷുപ്തി. ഈ 3 വിധത്തിലുള്ള വികാരങ്ങളുണ്ടല്ലോ. ത്വയ്യുദ്ധവാശ്രയതി യസ്ത്രിവിധോ വികാരോ. വികാരം എന്ന് പറഞ്ഞാൽ മാറ്റം, പരിവർത്തനം. അപ്പൊ നമ്മൾ പ്രതിദിനം പരിശോധിച്ച് നോക്കിയാൽ അറിയാം, നമുക്ക് 3 പ്രധാനപ്പെട്ട പരിവർത്തനങ്ങളാണ്. എഴുന്നേൽക്കുക, ഉണർന്നിരിക്കുക, ഉണർവ് വിട്ട് കിടന്നുറങ്ങുക. ആരും അറിയില്ല, 8, 9, 10 മണിക്കൂർ 7 മണിക്കൂറൊക്കെ കിടന്നുറങ്ങും. അത് കഴിഞ്ഞാൽ ഇടയ്ക്ക് സ്വപ്നവും കാണും. ഇത് 3 എണ്ണമാണ് നമ്മുടെ അവസ്ഥകൾ. അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്ന തെറ്റെന്താ? ജാഗ്രത അവസ്ഥയെ മാത്രം ആധാരമാക്കിക്കൊണ്ട് നിങ്ങൾ ഈ ലോകമുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ നടിച്ചു കഴിഞ്ഞുകൂടുക. ആരാ ഈ ലോകമുണ്ടെന്ന് പറയണത്? നിങ്ങൾ പൂർണ്ണമായിട്ട് പറയുന്നുണ്ടോ? ഇല്ല. പറഞ്ഞത് മനസ്സിലായോ? പൂർണ്ണമായിട്ട് നിങ്ങൾ പറയുന്നുണ്ടോ ലോകമുണ്ടെന്ന്? ഉണരുന്നുണ്ടോ? ഇല്ല. എന്താ? ലോകത്തിനെ ഉണർത്തിത്തരുന്ന ഉണർവ് പോലും നഷ്ടപ്പെട്ട് നിങ്ങൾ കിടന്നുറങ്ങണു. എത്ര നേരം? 7 മണിക്കൂർ. 24 മണിക്കൂറിൽ 7, 8 മണിക്കൂർ ഈ ലോകം അസ്തമിച്ചു പോയോ? ആരുടെ ദൃഷ്ടിയിൽ? നിങ്ങളുടെ ദൃഷ്ടിയിൽ. നിങ്ങളുടെ ഉണർവ് തന്നെ നഷ്ടപ്പെട്ടിട്ടാ കിടന്നുറങ്ങുന്നത്. അപ്പൊ നിങ്ങളുടെ ഉണർവ് നഷ്ടപ്പെട്ടു. ലോകത്തിന് ഉണർത്തി തരുന്ന ജാഗ്രത പോലും ഇല്ലാതെ ആയാൽ, ആ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ലോകം സ്ഥായിയായിട്ടുണ്ടെന്ന് എങ്ങനെ പറയും? ഈ ലോകമില്ലാത്ത അനുഭവമാണല്ലോ ഉറക്കത്തില്. ഈ ലോകത്തിന് കാണിച്ചു തന്നത് ആരാ? നിങ്ങളുടെ ഉണർച്ച, നിങ്ങളുടെ ഉണർവ്. നിങ്ങളുടെ ഉണർവിനെ പിന്തുടർന്നാണ് ലോകം. ലോകത്തിന് പിന്തുടർന്നല്ല ഉണർവ്. ഈ ലോകത്തിന് എന്ത് സംഭവിച്ചോ സംഭവിച്ചില്ലേ, ഉറങ്ങുന്നവൻ കിടന്നുറങ്ങും, അവനൊരു മാറ്റവും വരില്ല. ഉണർച്ച എന്ന് പറയുന്നത് നമ്മുടെ അവസ്ഥയാണ്. എങ്ങനെ ഉണർവുണ്ടോ അതുപോലെയാണ് ഉറക്കം, അതുപോലെയാണ് സ്വപ്നം. അപ്പൊ 3 അവസ്ഥകളെയും തുല്യ പ്രാധാന്യത്തോടുകൂടി പരിഗണിച്ചു വേണം എന്ത് കാര്യത്തെയും വിലമതിക്കാൻ. ആ വിലമതിപ്പില് നമുക്ക് വരുന്ന തകരാറാണ്. ആരും ഈ ഉറക്കത്തിനെ പറ്റിയോ സ്വപ്നത്തിനെ പറ്റിയോ ചിന്തിക്കാറേ ഇല്ല. അപ്പോൾ എന്നേക്കുമായി കണ്ണിലുണ്ണി പ്രേക്ഷകരെ നിങ്ങൾ മനസ്സിലാക്കൂ, മനുഷ്യന് 3 അവസ്ഥയുണ്ടെന്ന്. ആ 3 അവസ്ഥയും തുല്യ പ്രാധാന്യത്തോടു കൂടി കണക്കാക്കണം. അങ്ങനെ കണക്കാക്കുമ്പോൾ ഈ 3 അവസ്ഥയും നമ്മളെ വിട്ട് ഒരു അന്യഘടകത്തെ ആശ്രയിച്ചല്ലായിരിക്കുന്നത്.
ഞാനാണ് ഉണരുന്നത്, ഞാനാണ് ഉറങ്ങുന്നത്, ഞാനാണ് സ്വപ്നം കാണുന്നത്. അവിടെ ഞാൻ എന്നത് വിട്ട് രണ്ടാമതൊരു ഫാക്ടർ, ഒരു ഘടകം അവിടെ വരുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്.